ഗൈസ്, അപ്പൊ നമ്മള് കല്യാണത്തിന് വന്നിട്ട് ഇടയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഈ കല്യാണത്തിന് തന്നെ ആശ വരുന്നുണ്ട്. ഈ കല്യാണത്തിന് ആശയുടെ കൂട്ടുകാരത്തെയാണ് ലിക്സൻ കെട്ടാൻ പോണത്, രഞ്ജു. അപ്പൊ അങ്ങനൊരു ബന്ധം കൂടി ഉണ്ട്. ഞാൻ നേരെ പള്ളിയിലേക്ക് പോവാണ്, വീട്ടിലേക്ക് എല്ലാവരും കരുതിയാണ്. അപ്പൊ രാവിലെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായതുകൊണ്ട് തിരക്കായി പോയി. അതുകൊണ്ട് രാവിലെ വീട്ടിലേക്ക് എല്ലാം പറ്റിയില്ല. അതുകൊണ്ട് രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലത്തെ കൊടുലുകറിയും കൂട്ടി കഴിക്കാന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പോകാൻ പറ്റില്ല. പിന്നിപ്പം പള്ളിയിലടിച്ച് പോയിട്ടുണ്ടാവും. റെഡിയായി. അപ്പൊ റെഡിയാണ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. നേരെ പള്ളിയിൽ പോയിട്ട് കെട്ടുകാരം എടുക്കാം. പിന്നെ ആശ വരുന്നുണ്ട്. ആശ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആശ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോകാം. ബാക്കി നമുക്ക് പള്ളി കാണാം. തലേ ദിവസം രാവിലെ തുടങ്ങിയപ്പോൾ എവിടെയാണ്? തലേ ദിവസം രാവിലെ തന്നെ നമ്മുടെ കൂട്ടുകാരും അയൽവാസികളും ബന്ധുക്കളൊക്കെ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ വൈകിട്ട് നമ്മൾ ചെല്ലാനോ സ്പെഷ്യലി പോട്ടിക്കറിയാണ്. നമുക്ക് ഇവിടെയുള്ള എല്ലാ കല്യാണ വീട്ടിലും പോട്ടിക്കറി നിർബന്ധമാണ്. അത് പുറത്തുള്ള ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളോട് പോട്ടിക്കറി കഴിക്കാനായിട്ട് എല്ലാ വീട്ടിലും തന്നെ പോട്ടിക്കറി ആക്കി വെക്കണം. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് സഹകരിച്ചൊക്കെ എല്ലാം ചെയ്യാനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉച്ചക്ക് ഫുഡ് അടിയൊക്കെ ഉണ്ടാവും ആൾക്കാർക്ക്. നമ്മളിപ്പോൾ ഫുഡ് അടിച്ചില്ല. നമ്മൾ നേഴ്സ് ലിക്സിൻ്റെ വീട്ടിൽ പോയി നൈസ് പരിപാടിയൊക്കെ ഉണ്ടാവുന്നത്. അതുപോലെ വൈകുന്നേരം മധുരങ്ങളിലുണ്ട്. മധുരങ്ങളിൽ വേണ്ടി ചെക്കൻ റെഡിയായി ഇറങ്ങിയൊക്കെ വീട്ടിലൊക്കെ എല്ലാവരും അടിയിലായിട്ട് റെഡിയാക്കി ഇറങ്ങിയിട്ട് നേരെ ഹോളിലേക്ക് പോകണം. ഹോളും നല്ല സൂപ്പറായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. വീട് പോലെ തന്നെ ഹോട്ടലുകാരൊക്കെ വന്നിട്ടുണ്ട്. അതായത് മധുരങ്ങളുള്ള പരിപാടിയാണ്. പരിചയമാണ് കിടക്കുന്ന മധുരങ്ങളിലേക്ക്. അതായത് ഫുഡ് അടിക്കണം. റിയ സ്നേഹിക അതിൻ്റെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. സൂപ്പറാണെന്നുണ്ട്. ഞങ്ങളും കഴിച്ച്. അതിനുശേഷം ലിസ്റ്റേക്ക് ഡാൻസിനാണ്. ലിസ്റ്റേക്ക് അടിപൊളി ഡാൻസാണ്, പഴയ ഡാൻസർ. അപ്പം നേരെ ഹോളിലേക്ക് പോയി. കാരണം ഇനിയിപ്പോൾ എന്തായാലും ഒരുക്കാൻ പോകാൻ പറ്റില്ല. അപ്പം ഇനി ഹോളിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിയേക്കാൻ ഹോളിലേക്ക് അവിടെ വേറെ ഉണ്ടായില്ല. ലാല് മാത്രം ഉണ്ടായിരുന്നു. ഹോൾ അടിപൊളിയായിരുന്നില്ല. ഹോളിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യല. അവിടെ എല്ലാം സെറ്റാണ്. എല്ലാ ആൾക്കാരും വരെ അറേഞ്ച് ചെയ്ത് ബിരിയാണിയൊക്കെ ഇങ്ങനെ റെഡിയായി. നല്ല പിന്നെ അതുപോലെ ഉച്ചക്കത്തെ ചോറ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ പള്ളി ഇവിടെ നിന്നപ്പോഴത്തേക്കും ലിൻസി അളിയനും കൊച്ചൊക്കെ പുറത്ത് പോയിട്ടുണ്ട്. ഒരു കൊച്ചി കരയുണ്ടെന്ന് തോന്നുന്നു. ക്രൗച്ചിൻ്റെ കൊച്ചി ക്രൗച്ചിനെ കാണുമ്പോൾ ഞെട്ടിപ്പോയിട്ടാ. അതിന് പ്രത്യേകിച്ച് വേറെ കാര്യമുണ്ട്. നമ്മുടെ ചെക്കനാണ് പണ്ട് റെഡി ആയിട്ട് ചുള്ളനാട്ടാ. ജെയിംസ് അച്ഛനാ കുർബാനയുള്ളത്. പാട്ട് പാടുന്നത് നമ്മുടെ മഞ്ചസ് നമ്മുടെ കൂട്ടുകാരനാണ്. ജെയിംസ് അച്ഛൻ ലിക്സനെ രഞ്ജുവിനെ കുറിച്ച് പൊക്കിയടിക്കലല്ല ഉള്ളതാണ്. നമ്മുടെ ചെക്കൻ അടിപൊളിയാണ്. ഞാൻ ക്രൗച്ചിൻ്റെ കൂടെ ഇരുന്നത്, ലേയുടെയും കൂടെ ഞാൻ ഇരുന്നത്. ഇവിടെ നിന്ന് കാണാമല്ലോ, അവിടെ കെട്ട് കാണാം. പിന്നെ കെട്ടാകുമ്പോഴത്തേക്കും വീഡിയോ എടുത്താൽ കുട്ടൻ്റെ ഒരു മാസം പോസിങ് എന്നാ ഇടയ്ക്ക്. നിങ്ങൾ വിവാഹിതരാകാൻ വന്നിരിക്കുന്നത് ആരുടെയും സമ്മതം കൂടാതെ പൂർണ്ണമായ അറിവോടും സ്വാതന്ത്ര്യം കൂടിയാണ്. നിങ്ങൾ ഈ ചോദ്യം ഒരു കോമഡി ചോദ്യമാണ് കേട്ടോ. കാരണം കല്യാണത്തിന് ആൾക്കാരെ വിളിച്ച് ഒരുങ്ങി റെഡി ആയിട്ട് വരുന്ന ഡ്രസ്സൊക്കെ എടുത്ത് എത്ര നാളത്തെ പ്രിപ്പറേഷൻ, അത് കഴിഞ്ഞ ആൾക്കാരോട് ചോദിക്കണേ കല്യാണത്തിന് സമ്മതമാണെന്ന്. പക്ഷേ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളത് പറഞ്ഞേ പറ്റുള്ളൂ. ഇപ്പം എന്നോട് ചോദിച്ചാൽ ഞാനും പറയും ഉമ്മെന്ന്, ആശയം പറയും ഉമ്മെന്ന്. ഈ കാലങ്ങളിൽ ആസ്തിയുടെ ഈ നമ്മളുടെ പരസ്പര സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ദൈവമേ പ്രസാദത്തിന്റെ അടയാളമായ ഈ മന്ത്രകൂടി തയ്യാറോടെ ആസ്വദിക്കണമേ. ജ്ഞാനസ്ഥാനസ്ഥലത്തിൽ പ്രസാദവഴി ക്രിസ്തുവിനെ വസ്ത്രമണിഞ്ഞ ഈ ദമ്പതികൾ ക്രിസ്തുവും സഭയും തമ്മിലുള്ള പാവനമായ ബന്ധത്തിന്റെ പ്രതിനിധനമായി ജീവിച്ച് സ്വർഗത്തിൽ മഹിമയുടെ
കെട്ടുന്ന സമയത്ത് നല്ല കിട്ടില്ല മഴ കണ്ട ആശയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ആശ പുറകിൽ ഇരിപ്പുണ്ട്. ഞങ്ങൾ കുറച്ച് പരിപാടി റീൽസ് എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്നും നടന്നില്ല. ഇത് കഴിഞ്ഞിട്ട് എന്തായാലും അത് ചെയ്യാന്നുള്ള പ്രതീക്ഷ മഴയില്ലെങ്കിൽ. എന്തായാലും ഇങ്ങനത്തെ നല്ല പരിപാടികൾക്ക് മഴ പെയ്യുന്നത് ശുഭസൂചനയാണെന്ന് പറയുന്നത്. അലക്സിന്റെ കല്യാണത്തിനും നല്ല അട്ടിപ്പം മഴയായിരുന്നു. അലക്സിനും രഞ്ജുവും ഒഫീഷ്യലി വിവാഹിതരായി. ഫോട്ടോഷൂട്ടാണ്. അതുപോലെ സേറമോളാണ് നമ്മുടെ ഫങ്ഷന് ആങ്കറിങ്ങാണ്. കണ്ടിച്ചപ്പെടാത്ത ഇംഗ്ലീഷുകളുടെ ഒരു മാലപ്പടക്കമാണ് ഒരുക്കി വെച്ചേക്കുന്നത് സേറമോള്. പള്ളിയിലായിട്ട് ഇപ്പൊ നേരിക്കുന്ന നമ്മുടെ ആശമോള്. ഞങ്ങളുടെ ജീവിതത്തിലെ ആ ഫസ്റ്റ് പരിപാടിയാണ്. ഞങ്ങളെ കല്യാണം ഉറപ്പിച്ച് ഞങ്ങൾ ഒരുമിച്ചുള്ള ആദ്യത്തെ പരിപാടിയാണ് ലിക്സിന്റെ കല്യാണം. അപ്പൊ ലിക്സിന്റെ ഫോട്ടോഷൂട്ടൊക്കെ ഞങ്ങൾ കണ്ട് നിൽക്കുന്നത്. കാരണം അടുത്ത കല്യാണം ഞങ്ങളുള്ള ഞങ്ങൾ കണ്ടു പഠിക്കുന്നതാണ്. ലിക്സിന്റെ കല്യാണം കഴിഞ്ഞപ്പോ തന്നെ മഴയെല്ലാം മാറി നല്ല സൂപ്പർ ക്ലൈമറ്റായി. ഉച്ച സമയമാണെങ്കിലും ഒട്ടും ചൂടില്ല. മഴ മാറിയതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ്സിൽ അങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ചെക്കനും വേണ്ടും പള്ളിയിൽ നിന്ന് ഇറങ്ങിയ ഫോട്ടോഷൂട്ടൊക്കെ എല്ലാം കഴിഞ്ഞ് ഇത്തിരി താമസിച്ച്. എന്നാലും ഒരുപാട് താമസിച്ചിട്ടൊന്നുമില്ല. ഒരു 11 മണിക്കായിരുന്നു കുർബാന. അത് കഴിഞ്ഞിട്ട് അവർ നേരെ വണ്ടി കയറാനാണ്. വണ്ടി കയറിയിട്ട് നേരെ ഇഞ്ഞടുത്ത പറയുക വെച്ചാൽ ഹാളിലേക്ക് പോകണം. ഹാളിൽ ചെന്നിട്ട് അവിടെ നമ്മുടെ നാട്ടുകാരും ബന്ധുക്കളൊക്കെ എല്ലാവരും ഇപ്പോൾ ഹാളിലേക്ക് പോയിട്ടുണ്ടാവും. ഹാളിലേക്ക് നിന്നപ്പോഴത്തേക്കും ചെക്കൻ്റെ പെങ്ങന്മാരും അളിയന്മാരും കൂടി നവവധൂവരന്മാരെ മാലയിട്ട് ആശീർവദിച്ച് അകത്തേക്ക് കയറ്റ ചടങ്ങാണ്. അപ്പൊ നാട്ടുകാരൊക്കെ വിശന്നൊക്കെയാണ് കൂട്ടാൻ. തമാശ പറയണ്ട, അത്ര വലിയ സീനില്ല. കാരണം ഒരു മണിയായതേ ഉള്ളൂ. നമ്മൾ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കണം എങ്ങനെ 1-2 മണിക്ക് സാധാരണ വീട്ടിൽ ഭക്ഷണം കഴിക്കണം. എന്നാലും പരിപാടി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു മണിയാകുമ്പോഴത്തേക്കും എല്ലാവർക്കും ഫുഡ് കൊടുക്കുന്ന ഒരു ശീലമാണ്. അമ്മച്ചിയും റിയാമോളും നമ്മുടെ രംഗണനും കൂടി ഇത്തിരി ലേറ്റായിട്ടാണ് വന്നത്. കാരണം കൊച്ച് സമ്മതിക്കലായിരുന്നു. അപ്പോൾ ഉറങ്ങിയിട്ടാണ് അവർ പോകുന്നത്. അങ്ങനെ തിരികൊളുത്തിക്കൊണ്ട് ലിക്സനും രഞ്ജുവും അവരുടെ പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. ലിക്സനും രഞ്ജുവിനും എല്ലാവിധ ആശംസകളും. നമ്മൾ ക്രിസ്ത്യാനികളായതുകൊണ്ട് തന്നെ നമ്മൾ മെഴുകുതിരി കത്തിക്കുന്നത് നമ്മുടെ ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ട് നമ്മൾ വിളക്ക് കൊളുത്തുന്നത് നമ്മുടെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ്. നമ്മളിപ്പോൾ ഇവിടെ മെഴുകുതിരിയാണ് കത്തിക്കുന്ന ശീലം സാധാരണ കല്യാണങ്ങൾക്ക്. ലിക്സന്റെ അമ്മച്ചിയും അതുപോലെ തന്നെ രഞ്ജുവിന്റെ അപ്പച്ചനും റമിക്സ് രഞ്ജുവിന്റെ ആങ്ങളെയും അതുപോലെ തന്നെ കല്യാണത്തിന് മെയിൻ റോൾ വരുന്നത് പരഞ്ഞപ്പനുമാണ്. അപ്പൊ എനിക്ക് 3 വീലാസ് മക്കളുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും 3 പേരുടെയും കല്യാണത്തിന് ഇതുപോലെ മെഴുകുതിരി കത്തിക്കാനുള്ള അവസരം എനിക്ക് ഉണ്ടാവുമെന്ന് കരുതുന്നു. ആളുടെ കാര്യം ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെ ബാക്കിന്റെ അളിയന്മാരും പെങ്ങന്മാരും കൂടി ഇവരെല്ലാവരും പച്ച ഡ്രസ്സാണ്. കല്യാണത്തിന് ഞെട്ടിപ്പോയി. കാരണം ആശ എന്നോട് പച്ച ഷർട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പച്ച ഷർട്ട് തപ്പി ഞാൻ വിഷമിച്ചു. ലാസ്റ്റ് കിട്ടിയിട്ടാണ് ഞങ്ങൾ പച്ച ഷർട്ട്. ഞാൻ പച്ച ഷർട്ടും അതുപോലെ ആശ പച്ചയൊക്കെ ഇട്ടാണ് വന്നത് പരിപാടിക്ക്. പച്ചയല്ല, പച്ച പോലത്തെ അത് കളറ്. അപ്പൊ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഫുഡ് അടിക്കലാണ്. നല്ല കിടിലം ബീഫ് ബിരിയാണി റെഡിയായിട്ടുണ്ട്. മട്ടാഞ്ചേരിക്കാനാണ്. അപ്പോൾ റിയാമോളും ആശമ്മയൊക്കെ ആദ്യമേ തന്നെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. അമ്മച്ചി കഴിച്ചിട്ടില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മച്ചി കൊച്ചിനെ പിടിച്ചിട്ടിരിക്കാൻ. അതിനുശേഷം ഞങ്ങളെല്ലാവരും കൂടി സ്റ്റേജിൽ കയറി ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം അമ്മച്ചി കഴിക്കണത്. ഞാനപ്പോൾ ഞങ്ങൾ ചെറിയ കലാപരിപാടിയൊക്കെ ആയിട്ട് ഫോട്ടോ എടുത്തതിന് ശേഷം നമ്മളങ്ങോട്ട് പോയി. അപ്പോൾ ഇതെൻ്റെ അപ്പച്ചൻ്റെ അനിയനാണ്. കലാപരിപാടിയിൽ പുള്ളിയുണ്ട്. അതുപോലെ നമ്മുടെ കൂട്ടുകാരും എല്ലാവരും ഉണ്ട്. നമ്മൾ എല്ലാവരും ഒരുമിച്ചായിരിക്കും പരിപാടികളൊക്കെ എല്ലാം. അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അതിനുശേഷം നമ്മൾ ഫുഡ് അടിക്കാനൊക്കെ വന്നു. ബിരിയാണി കൊള്ളാണ്ട കലക്കം ബിരിയാണിയാണ്. അടിപൊളി ബിരിയാണി, ഒന്നും പറയില്ല. ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ എല്ലാവരും കൂടിയായിരുന്നു കഴിച്ചത്. ഇപ്പം ഏകദേശം 2:30-3 മണിയോളമായി. നമ്മളെല്ലാ പരിപാടിക്കും ഇങ്ങനെ തന്നെയാണ്, ലേറ്റായിട്ട് കഴിക്കുള്ളൂ കലാപരിപാടിയൊക്കെയാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു റീൽ എടുക്കാനുമല്ലോ. നമ്മുടെ കടൽ ഭിത്തിയോടൊപ്പം ഒരു റീൽ എടുക്കാനായിട്ട്
ഞങ്ങളവിടെ വന്ന്. അപ്പോൾ എല്ലാവരും ഉണ്ട്, അമ്മച്ചിയും റിയാമോളും കൊച്ചും എല്ലാവരും ഉണ്ട്, അനീഷ് എല്ലാവരും ഉണ്ട്. സിജുവാണിപ്പോൾ ഫോട്ടോഷൂട്ട്, സിജുവാണ് ക്യാമറ എടുക്കണത്. ഞങ്ങളിവിടെ ഷൂട്ട് ചെയ്തിരുന്നപ്പോഴത്തേക്കും ചെക്കനും പെണ്ണും ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും ഞങ്ങളവിടുന്ന് മാറി കൊടുത്തിട്ടുണ്ട്. കാരണം അവർക്ക് അവരുടെ ഫോട്ടോയൊക്കെ ഉണ്ടല്ലോ, കാരണം പകൽ ഫുള്ളും മഴയായതുകൊണ്ട് അവർക്ക് ഔട്ട്ഡോർ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അവർക്ക് ഇപ്പോൾ ഈ വൈകുന്നേരം സമയത്താണ് ഔട്ട്ഡോർ ഫോട്ടോഷൂട്ട് എടുക്കാൻ പറ്റുക. അപ്പോൾ ഞങ്ങളിപ്പോൾ അങ്ങോട്ട് മാറി കൊടുത്തിട്ടുണ്ട്. അടിപൊളി ആ ലൊക്കേഷനല്ലേ. ഇതിനടുത്ത് ചെറുക്കൻ്റെ വീട്ടുകാരുടെ കലാപരിപാടികൾ, രാത്രി പൊളി ഡാൻസാണ്. ഞങ്ങൾ എല്ലാവരും പൊളി ഡാൻസാണ്. അതുപോലെ കരോക്കെ ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളി പരിപാടിയായിരുന്നു. എല്ലാവരും ചെക്കനും പെണ്ണും എല്ലാവരും നല്ല അർമാദിച്ച് തുള്ളി ഗൈസ്. പണിപ്പാളി എൻ്റെ വീഡിയോയ്ക്ക് കോപ്പറേറ്റ് അടിച്ച ഈ വീഡിയോയ്ക്ക് ഈ ലാസ്റ്റ് സീനിലൊരു പാട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്താണ് വീഡിയോ അപ്ലോഡ് ചെയ്തത്. അതുകൊണ്ട് കോപ്പറേറ്റ് അടിച്ചുകൊണ്ട് രണ്ടാമത് ഞാൻ ഇൻ്റർനെയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കണം.